നമ്മളെ ഒരു ഈവനിങ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പാർട്ട് 2 ഓഫ് ദ റൂമിക്കോൾ പാർട്ട് 2 ആണ് ഗൈസ്. പാർട്ട് 2 ഒക്കെ നിങ്ങൾ റെഡി അല്ലേ ഗൈസ്? റെഡി ആണെങ്കിൽ റെഡി എന്ന് പറയൂ. റെഡി ഫോർ ഇറ്റ്. ഓക്കെ, റൂമിക്കോൾ പാർട്ട് 2 വേണോ നിങ്ങൾക്ക്? വേണം. നിങ്ങളെ ഫസ്റ്റ് പറ്റിച്ചാണ് റൂമിക്കോൾ പാർട്ട് 2 അല്ലത്. ജസ്റ്റ് ഇതൊരു മേക്ക് ഓവറിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ സംഭവമാണ് ഗൈസ്. തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തയ്യാറെടുക്കുവാണ് ഗൈസ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം നല്ല പാമ്പോളുടെ കൂടെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കും. ആദ്യം എല്ലാ റൂം മേക്കർ വേൾഡ് കപ്പ് ഉണ്ടാക്കിയിട്ട് അവസാനം നമുക്ക് റൂം മേക്കർ ഉണ്ടാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഗൈസ്, വേൾഡ് കോഴ്സ്. നേരെ വേൾഡ് കോഴ്സ് ഉണ്ടാക്കാം. കമാൻ, സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് വരട്ടെ. അപ്പം നിങ്ങൾ അവിടെ കാത്തിരിക്കും. ഞാൻ സാധനമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഡെസ്ക്ടോപ്പുള്ള നമ്മൾ ഇപ്പോൾ വളരെ നല്ല ചെയ്യാൻ ഡെസ്ക്ടോപ്പാണ്. നേരെ ചെയറൊക്കെ ഇട്ട് ഇരിക്കാം ഗൈസ്. കാല് ഗൈസ് ചെറുതാക്കാം. സ്റ്റാൻഡ് കിട്ടിയപ്പോൾ കാണാം ഗൈസ്. സെറ്റാക്കിയിട്ടുണ്ട്. ഗമ്മ വേണം ഫസ്റ്റ് തന്നെ. പിന്നെ കമ്പി വേണം. നമുക്ക് നല്ലൊരു കമ്പി വേണം. പിന്നെ നല്ല സിസേഴ്സ് വേണം. യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വേണം. മുകളിൽ നമ്മൾ വെക്കുന്നുണ്ട്. മുകളിൽ സ്റ്റെപ്പ് നോക്കുകയാണ്. നമുക്ക് ക്രേ പേപ്പർ എടുക്കാം. ക്രേ പേപ്പറിൽ ഇതിൻ്റെ സ്റ്റിക്കറും കറക്റ്റ് ഗൈസ്. വേണം ജിമോട്ടിനും സ്റ്റിക്കറും അധികം കഴിക്കാനില്ല. നമുക്ക് സാധനം ഫസ്റ്റ് മാറ്റിയിട്ട് ഞാൻ ആദ്യം ചെറിയൊരു വിലയാണ്. ചെറിയൊരു വില നമുക്ക് കടത്തു കൊടുക്കണം. ചെറിയൊരു സാധനം വിചാരിച്ചത് പറക്കില്ലാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്കായാലും ക്രേ പേപ്പർ വെച്ചെടുക്കണമെന്ന് എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞത്. ചെയ്യേണ്ട സ്വഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞു. ടിഷ്യൂവിനെ പോലെയാണെന്ന് പറഞ്ഞത്. സെറ്റായിട്ടുണ്ട്. നല്ല പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഇഷ്യൂ കട്ടുന്നു. അപ്പോൾ നമ്മൾ ബാക്കി സെറ്റായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് എടുക്കുന്നത് തൽക്കാലത്തേക്ക്. ഇനി നമുക്ക് പരിപാടി പറയാം. സംഭവം അറ്റെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അതിനെ 2 ഫോൾഡിങ് വേണം. അടുത്ത അറ്റം വരെ ഈ ഫോൾഡ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാം.
ട്വിസ്റ്റ് എടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ റോസ് കമ്പിയിൽ ജസ്റ്റ് പശ തേച്ചിട്ട് മുന്നിൽ മാത്രമേ പശ തേച്ചിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഒന്നും പശ തേച്ചിട്ടില്ല. പശേൻ്റെ ആവശ്യമില്ല. പശ ഇല്ലാതെ നമുക്ക് ഇതൊന്ന് ചുറ്റിയെടുക്കണം. പിന്നെ ഞാൻ റിബണൊക്കെ കിട്ടുന്ന ഒരു സാധനമല്ലേ, ഗ്രീൻ കളർ ഷോയോ സ്റ്റേപ്പ്. ആ ടേപ്പിനെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് റോൾ ചെയ്യുന്നുണ്ട്. ഇതിന് കൊണ്ടുപോകണം കേട്ടോ. ജസ്റ്റ് ഞാൻ റോൾ ചെയ്യുന്നുണ്ട്. ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന്. നമുക്ക് ഇനി ഇത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തു. കുറച്ച് പണിയാണ് ഗൈസ്. റോൾ ചെയ്യുന്ന ഒന്നും കുഴപ്പമില്ല, ചെയ്യാം. ഉണ്ടാക്കാമോ എന്തെങ്കിലും ആഗ്രഹമുള്ളതുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത് ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. അടുത്തത് നമുക്ക് ഇഷ്ടപ്പെട്ട് റോൾ ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് ഞാൻ നന്നായിട്ട് ദുരിതത്തെ അവസ്ഥയാണ് പ്ലീസ്. എൻ്റെ ദുരിതോടെന്ന് പറഞ്ഞു സ്റ്റോൺ കട്ട് ചെയ്യുന്നുണ്ട് വെച്ചിട്ടുള്ള. അടുത്ത ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യണം എന്ത് ടൈപ്പാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അത് ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു സാധനം ഉണ്ടാക്കും. ഒരു സെലോ ടേപ്പ് ഗമ്മ ഉണ്ട്. ഈ ഒരു സെലോ ടേപ്പ് എടുത്തുകൊണ്ട് സിംഗിൾ സെലോ ടേപ്പ് ആണ്. അതുകൊണ്ട് നമുക്ക് സെലോ ടേപ്പ് ഗമ്മ പെട്ടെന്ന് ആവശ്യത്തിന് ഒന്നും പറഞ്ഞ ചെറിയ പെട്ടെന്ന് ആവശ്യത്തിന് സെലോ ടേപ്പ് നമുക്ക് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മൾ അതൊക്കെ ചെയ്യേണ്ടത്. അതാണെങ്കിൽ ഇതിൻ്റെ
മുകളിൽ കൂടെ ഞാനൊന്ന് സെലോ ടേപ്പ് ഒട്ടിക്കാണ്. നിങ്ങൾ നല്ലൊരു സാധനം എടുത്ത് ചുറ്റണം ഗൈസ്. ഞാനിതെടുത്ത് ചുറ്റിക്കിട്ടില്ല പണ്ടത്താണ് ഗൈസ്. സെലോ ടേപ്പ് ഇതിന് മുകളിൽ ചുറ്റിയിട്ട് കാണാം. അപ്പോൾ ഞാൻ ഏതാണ്ട് സംഭവമൊക്കെ ചുറ്റിയെടുത്ത് സംഭവം കാണാൻ നല്ല ഭംഗിയില്ല, പക്ഷെ റോസ് കാണാൻ നല്ല ഭംഗിയില്ല. റോസാണ് നല്ല പറ്റുന്നത് ഗൈസ്. റോസ് കൊണ്ടുപോവാണ് പക്ഷേ സാധനം സ്റ്റെപ്പ് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗൈസ്. ജസ്റ്റ് നമ്മൾ ക്രേ പേപ്പർ വെച്ച് തന്നെ ചുറ്റി ചുറ്റി എടുക്കാം. അപ്പം നമ്മൾ ആ വീഡിയോ ഇത്രയുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണ്ട വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാൽ ഞാൻ കമൻസൊക്കെ നോക്കിയിട്ട് അതിനൊക്കെ ആൻസർ തരാം. അപ്പം ഞാൻ എന്നിട്ട് നിങ്ങൾ പറയുന്ന സാധനം ഞാൻ ഏതൊക്കെ ഡേറ്റിൽ ആ ഒരു ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഏതൊക്കെ ദിവസമാണ് ഞാൻ ഇടാന്നൊക്കെ പറയാം. ചിലപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലിടും, അങ്ങനെയൊക്കെ പറഞ്ഞ് അയക്കും ഞാൻ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പം നേരെ നിങ്ങൾ ഓടിപ്പോയി കമൻറ്റ് ബോക്സിൽ പോയിട്ട് എന്തൊക്കെ കമൻറ്റ് ഇട്ടോ എനിക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കും. അപ്പം അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു ബെല്ലൈക്കൻ അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്നും നമ്മൾ പറഞ്ഞ സാധനത്തിന് നോട്ടിഫിക്കേഷൻ കിട്ടില്ല. എല്ലാവർക്കും ബായ് പറയാൻ നിൽക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പൂവിനൊന്ന് കളറടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബായ് പറയാം. ബൈ.